നമസ്കാരം. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എബോവ് ആവറേജ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ശരാശരി ആളുകൾക്ക് അവരെ ബാധിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ജീവിതത്തിൽ ഈ ഒരു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കുന്നത് ആണ് നല്ലതെന്നുള്ള രീതിയിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും. നമുക്ക് കഴിയാത്ത കാര്യങ്ങളാവുമ്പോൾ അത് സാധിക്കാതെ വരികയും നമ്മുടെ കുറേ സമയം നഷ്ടപ്പെടുകയും അതുവഴി നമുക്ക് സാമ്പത്തിക നഷ്ടവും നമ്മുടെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റിയെല്ലാം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിനൊക്കെ പറയുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നെല്ലാം പറയും. ഒരു കാര്യത്തിന് വേണ്ടി 5ഉം 10ഉം വർഷം ശ്രമിക്കുന്നു, പക്ഷേ അത് ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു നഷ്ടമുണ്ട്, ഇല്ലേ? അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും ഒഴിവാക്കുവാൻ സാധിക്കും. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു മേഖലയെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്ലെയിമറോട് കൂടിയാണ് പറയുന്നത്. ആരെയും നിരുത്സാഹപ്പെടുത്താനോ അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് സമ്പൂർണ്ണമായി ശരിയാണോ എന്നൊന്നും അല്ല പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ പല ആളുകൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലും ഒപ്പം തന്നെ ഒത്തിരി അനാലിസിസിൻ്റെ വെളിച്ചത്തിലുമാണ് ഞാനിത് പറയുന്നത്. ഞാൻ പറയുന്നത് ശാസ്ത്രീയമായ അടിത്തറയോട് കൂടിയാണ് പറയുന്നത്. അതെന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പറയാം. പക്ഷേ വളരെയധികം പരാജയപ്പെടാനുള്ള, വളരെയധികം തകർന്നു പോകാനുള്ള സാധ്യതകൾ ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ കഴിയുമെങ്കിൽ കൈതൊടാതിരിക്കുക. ഇനി കൈതൊടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം റിസ്ക് എടുക്കാനുള്ള താല്പര്യവും ഒപ്പം തന്നെ നിങ്ങൾക്ക് ധൈര്യവും ഏത് പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള കഴിവും സാമ്പത്തിക സ്രോതസ്സും ബാക്കപ്പും എല്ലാം ഉണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ചില മേഖലകൾ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ അത് വളരെ നേരത്തെ ചെയ്യേണ്ടതും ഒപ്പം തന്നെ വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഒരു 5 കാര്യമാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഈ 5 മേഖലകൾ നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത് പൂർണ്ണമായും ബ്ലാറ്റൻ്റ് ആയിട്ട് അങ്ങനെയല്ല പറയുന്നത്. അത് ഒരു ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഫുൾ ടൈം അതിനകത്തേക്ക് എൻ്റർ ചെയ്യാവുള്ളൂ. അത് വളരെ റിസ്ക് ഉള്ളതാണ്. പരാജയത്തിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ് ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ. മനസ്സിലായി കാണുമല്ലോ. ഇത് എടുക്കണ്ട എന്നല്ല, ഇത് ഫോളോ ചെയ്യേണ്ട എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ ആ മേഖല സെലക്ട് ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ കരിയറായി, നിങ്ങളുടെ ഫ്യൂച്ചറായി സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെയധികം ചിന്തിക്കുകയും ഒപ്പം തന്നെ പ്ലാൻ ചെയ്ത് വളരെ നേരത്തെയും മെറ്റിക്കുലസ് ആയും ശ്രദ്ധാപൂർവവും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങളും ദുഃഖങ്ങളും നിരാശയും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് സിവിൽ സർവീസ്. സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ ആസ്പിറേഷനോട് കാണുന്ന കാര്യമാണ്. IAS ആകുക, IPS ആകുക, IFS ആകുക എന്നുള്ളതെല്ലാം. ഒപ്പം തന്നെ ഒത്തിരി ആളുകൾ പോകാറുണ്ട്. ഒരു കാലഘട്ടങ്ങളിലൊക്കെ ജോലി കിട്ടാത്തവരെല്ലാം പറയുന്ന കാര്യമായിരുന്നു, ഞാൻ IAS കോച്ചിങ്ങിന് പോവുകയാണ്. അപ്പോൾ IAS എന്ന് പറയുന്നത് ഞാൻ കോച്ചിങ്ങിന് പോകുകയാണ് എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ട്, ഒരു പ്രസ്റ്റീജിയസ് പ്രൈഡ് എലമെന്റ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. പക്ഷേ പോകുന്നതിനകത്ത് ആരും തന്നെ വളരെ വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ വിജയിക്കാറുള്ളൂ. ഒരു കണക്ക് പറഞ്ഞാൽ ഏകദേശം 12 ലക്ഷം ആളുകളാണ് ശരാശരി, 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ആളുകളാണ് ഒരു വർഷം സിവിൽ സർവീസ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു 10,000-ഓളം ആളുകളാണ് ഒരു മെയിൻ റൗണ്ട്സിലേക്കെല്ലാം എത്തുന്നത്. ഇനി അതിലൊരു 1000 പേർക്ക് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത്രയും അധികം പഠിക്കുന്നവർക്കാണ് അത് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ 12 ലക്ഷം പേർ അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ 1000 പേർക്ക് മാത്രമാണ് കിട്ടുന്നത്. 1, 2, 3, 4 അറ്റംപ്റ്റ് വരെയുണ്ട്. റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ അറ്റംപ്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മേഖലയിൽ പോകണ്ട എന്ന് പറയാനുള്ള കാരണം, ഒന്ന്, നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കുക, വളരെ നേരത്തെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമാണ്. വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പോകേണ്ട ആവശ്യമാണ്. ഇതിന് പല പല കാരണങ്ങളുണ്ട്. നിങ്ങൾക്കത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറയുമ്പോൾ ഞാനും സിവിൽ സർവീസിന് വേണ്ടി 3-4 വർഷം പ്രിപ്പയർ ചെയ്ത ആളാണ്. പക്ഷെ എനിക്കൊരു പ്ലാൻ ബി ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നാം IAS കിട്ടിയില്ല എങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. എൻ്റെ പല കൂട്ടുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. താടിയും മുടിയും എല്ലാം നീട്ടുകയും ജോലി ചെയ്യാൻ കിട്ടാത്ത അവസ്ഥയിൽ, പഠനം പൂർത്തീകരിച്ചില്ല, മര്യാദയ്ക്ക് പഠിച്ചില്ല, ഡിഗ്രി പൂർത്തിയാക്കിയില്ല, അല്ലെങ്കിൽ വേറൊരു ജോലി ബാക്കപ്പ് ഉണ്ടായില്ല, IASന്റെ എല്ലാ അറ്റംപ്റ്റും കഴിഞ്ഞു, ഇനി മുന്നോട്ടൊരു കാര്യവുമില്ല. നാം കൊടുക്കുന്ന എഫേർട്ട് അനുസരിച്ചുള്ള ഒരു റിട്ടേൺ അതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല വിദഗ്ധരും പറയുന്നത്, നിങ്ങൾ IASന് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1, 2, മാക്സിമം 3 അറ്റംപ്റ്റിനുള്ളിലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനകത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അല്ല പിന്നീട് 4, 5 അത്രയും പ്രാവശ്യം, അത്രയും വർഷങ്ങൾ ഇതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ അത്രയും റിട്ടേൺസ് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
പലരും പുറമേ നോക്കുമ്പോൾ ശരിയാണ്, IAS എന്ന് പറയുന്നത് ഗ്ലാമറസ് ആണ്, പവർ ഉണ്ട്, ഒക്കെ ശരി തന്നെയാണ്. സാമൂഹികമായ ഡിസ്ക്രിഷണറി പവേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് ചില തീരുമാനങ്ങൾ നമുക്ക് ഡിസ്ക്രിഷനോടെ നമ്മുടെ വേർഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്ന ചില അവസരങ്ങളുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏറ്റവും ചെറുപ്പത്തിൽ 21 വയസ്സിലൊക്കെ നമുക്ക് IAS ആകാൻ സാധിക്കുകയാണെങ്കിൽ, IAS കിട്ടുവാണെങ്കിൽ നമുക്ക് ചീഫ് സെക്രട്ടറി ആകാനായിട്ട് സാധിക്കും. അതിനുശേഷം വളരെയധികം ഉയർന്ന പൊസിഷൻസിലേക്കെല്ലാം പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ IAS ഒക്കെ റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥരും, ഇപ്പോൾ കേരളത്തിൽ 2-3 ഉദ്യോഗസ്ഥർക്കെല്ലാം IASന് റിട്ടയർ ചെയ്ത ശേഷം 5-6 ലക്ഷം രൂപയൊക്കെ ശമ്പളത്തിൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ വളരെ റിസ്കി ആയിട്ടുള്ള എൻറ്റവർ ആണ്. അതിൻ്റെ പേരിൽ ജീവിതത്തെ ഹോമിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും ഇത് IAS വേണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമാണ്. വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് പുറപ്പെടുക. വളരെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും കുറഞ്ഞ +1 +2 സമയത്തെങ്കിലും നാം ഇത് പഠിച്ചു തുടങ്ങേണ്ടതാണ്. പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ സിലബസ് മൊത്തം പഠിക്കാനല്ല പറയുന്നത്. ഞാനത് ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. കാരണം ന്യൂസ് പേപ്പറുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചു തുടങ്ങുക, അനലിറ്റിക്കലായി കാര്യങ്ങളെ നോക്കിക്കാണുക, എഴുത്ത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഓരോ സ്കൂളുകളൊക്കെ പഠിക്കുന്ന NCERT ബുക്സിന്റെ നോട്ട്സ് എല്ലാം കീപ്പ് ചെയ്ത് റെഗുലർലി നാം മനസ്സിലാക്കിയിരിക്കുക. ഇതെല്ലാം വളരെ നേരത്തെ ചെയ്യേണ്ട കാര്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം ഡിഗ്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ PG കഴിയുമ്പോൾ ഓക്കെ, ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ കുറെ IPSകാരും അതല്ലെങ്കിൽ IASകാരൊക്കെ സിനിമ, മമ്മൂട്ടിയുടെയും പിന്നെ ഫഹദ് ഫാസിൽ, അതുപോലെ ഫഹദ് ഫാസിലല്ല, നിവിൻ പോളിയും ഒക്കെയുള്ള ദുൽഖർ സൽമാനും ഒക്കെയുള്ള സിനിമയുണ്ടല്ലോ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾ അന്ന് IASന് പോയേക്കാം, IPSന് പോയേക്കാം ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ലാതെ മനസ്സിലാക്കുക, വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം, അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ്, തേർഡ് അറ്റംപ്റ്റിലെങ്കിലും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു വളരെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്, നിങ്ങൾ സർവീസിൽ കയറിയാൽ തന്നെയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ രസകരമായ ഒരു അല്ലെങ്കിൽ വളരെ ഫ്രീഡമുള്ള ഈ പവർ പുറമെ കാണിക്കുന്ന പോലെ തന്നെ അകത്ത് കാണിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് പല ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സുപ്രഭാതത്തിൽ എനിക്ക് IAS പഠിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ നേരത്തെ ഈ കാര്യത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾ IAS എന്നുള്ള പരീക്ഷയെ സമീപിക്കാവുള്ളൂ. പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് എനിക്ക് പഠിക്കാമെന്ന് ചിന്തിച്ച് പോകുമ്പോൾ നിങ്ങൾ അതിസമർത്ഥ ആളുകളാണെങ്കിൽ, നല്ല ഓർമ്മശക്തിയുള്ള ആളാണെങ്കിൽ, നന്നായി എഴുതാൻ കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യത്തെ 2-3 അല്ലെങ്കിൽ 1-2 അറ്റംപ്റ്റിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ പരിപാടിക്ക് പോകാതിരിക്കുക. അപ്പോൾ ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്ന കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യം വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാവർക്കും പറ്റിയ കാര്യമല്ല. സാധാരണക്കാരൻ ഇത് തലവെച്ച് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാമ്പത്തികമായോ അല്ലെങ്കിൽ സാമുദായികമായോ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ആയോ എന്ന് പറയുന്നത്, ബുദ്ധിപരമായും ഒപ്പം തന്നെ ചിന്താപരമായും ഡിറ്റർമിനേഷൻ പരമായും. ഒരു പരാജയം 5 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് കിട്ടിയില്ല, അപ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നുമില്ല, വിദ്യാഭ്യാസം പ്രോപ്പറായി പൂർത്തീകരിച്ചില്ല, എക്സ്പീരിയൻസ് ഒന്നും ഏൺ ചെയ്തില്ല, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ വലിയ ഡിപ്രഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. അതിനെ നേടാൻ തയ്യാറാണോ? ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശേഷം മാത്രം ഇതിനകത്തേക്ക് കാല് വെക്കാവുള്ളൂ. രണ്ടാമത്തെ കാര്യമാണ്, ഇപ്പോഴൊരു എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് കോളേജ് കുട്ടികളൊക്കെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ രാജിവെച്ച് വന്ന് ചെയ്യുന്ന കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഡെയിലി ട്രേഡ് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ ട്രേഡിങ് എല്ലാവരും പറയും നമുക്ക് കോടീശ്വരനാകാം. പല ഇന്റർവ്യൂകളൊക്കെ വരും, കോടീശ്വരനായി, മില്യണറായി, ട്രേഡിംഗ് ആയിരുന്നു, ഒരു ദിവസം 15% ഇൻകം ഇട്ടു, 1000 രൂപ ഇട്ടിട്ട് 10,000 രൂപ കിട്ടി, 10,000 ഇട്ടപ്പോൾ 3 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ പറയുന്ന ഒത്തിരി തട്ടിപ്പുകൾ നമ്മൾ ഒത്തിരി ഇന്റർവ്യൂകളെല്ലാം കേൾക്കുവാനായിട്ട് സാധിക്കും. പിന്നെ അതിന് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് കൈ പൊള്ളുകയും ചില സമയങ്ങളിൽ എനിക്ക് ലാഭം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ട്രേഡിങ്ങിൽ പൊതുവെ സംഭവിക്കുക 96% ആളുകൾക്കും 95% ആളുകൾക്കും പണം നഷ്ടപ്പെടുകയാണ്. അത് ഡേ ട്രേഡിംഗ് ആണ് കേട്ടോ, ലോങ് ടൈം ഷെയർസ് അല്ല, ഡേ ട്രേഡിംഗ്. പണം വെച്ച് ദിവസവും ഡേ ട്രേഡിംഗ് ചെയ്യുന്നതിൽ 95% ആളുകൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇനി 4% ആളുകൾക്ക് ലാഭമില്ല, നഷ്ടവുമില്ല. എന്ന് വെച്ചാൽ സമയം കളഞ്ഞു, പൈസയും ഉപയോഗിച്ചു, പക്ഷെ നഷ്ടം ഉണ്ടായിട്ടും ലാഭം ഉണ്ടായിട്ടില്ല. എഫക്റ്റീവ്ലി നഷ്ടമാണല്ലോ ലാഭം ഉണ്ടായിട്ടില്ലെങ്കിൽ. മൂന്നാമത്തെ ഒരു 1% ആളുകളാണ് ഈ പറയുന്ന ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ IASലെ 12 ലക്ഷത്തിൽ 1000 പേര് കിട്ടുന്ന പോലെ തന്നെ 100-ൽ ഒരാൾക്കാണ് ഈ ഒരു
വലിയ ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ശ്രേണിയിൽ എത്താൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഈ ട്രേഡിങ്ങിലൂടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ട്രേഡിങ് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും റിസ്കി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുത്താതെ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പലർക്കും ആ നഷ്ടം ഉണ്ടാക്കാതിരിക്കാനുള്ള സ്കില്ല് അറിയാതെ പോകുന്നതാണ് പ്രശ്നം. ഇമോഷണലായി പോവുകയും വളരെയധികം എമൗണ്ട് ഇട്ട് പെട്ടെന്ന് ഗ്രീഡി ആകുകയൊക്കെ ചെയ്യും. അതിനെക്കുറിച്ച് വേറെ ഒരു പുസ്തകം റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന പുസ്തകത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിലേക്ക് ജോലിയെല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് പോയി ഉള്ള ക്യാപിറ്റൽ നഷ്ടപ്പെടുകയും പിന്നീട് കടമാകുകയും വലിയ ബാധ്യതയിലേക്കും പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾ ട്രേഡിങ്ങിലൂടെ പണക്കാരാകാം. അപ്പോൾ 100 ഇട്ടപ്പോൾ 110 രൂപ ആയിക്കാണ്, അല്ലെങ്കിൽ 200 രൂപ ആയിക്കാണ്. അത് കണ്ടുകൊണ്ട് വലിയ എമൗണ്ട് ഇടുന്നു, അതെല്ലാം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് ചെറിയ എമൗണ്ട് ഇട്ട് വളരെയധികം നാളുകൾ, ചിലപ്പോൾ ഒരു 6-7 മാസമോ ചെയ്ത് അതിൻ്റെ ആർട്ട് പഠിച്ച ശേഷം മാത്രമേ വലിയൊരു ഇൻകത്തിലേക്ക്, വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാവുള്ളൂ. നിങ്ങൾക്ക് ലോങ് ടേം ഷെയർസ് മേടിക്കും, അതിനകത്ത് കുഴപ്പമില്ല. വരുമാനത്തിന്റെ 10% നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടേം ഷെയർസ് മേടിക്കാം. അതുകൊണ്ട് ഇത് നിങ്ങൾ പാരലൽ ചെയ്ത് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. കൺസിസ്റ്റന്റ് ആയി നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഫുൾ ടൈമായി ഇതിനകത്തേക്ക് ചാടാവുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടപ്പെടും. ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ IAS നേടി അതിലൂടെ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കുന്നത് IAS കോച്ചിങ് നടത്തുന്നവരാണ്. അതുപോലെ ട്രേഡിംഗ് നടത്തി പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നടത്തിയാണ് ആളുകൾ കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒന്ന് ചെറിയ എമൗണ്ട് ഇട്ട് കുറേ നാൾ ചെയ്ത ശേഷം അത് വിജയിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത് ഈ ആളുകൾ പറയുന്ന പോലെ എല്ലാവർക്കും ഒന്നും ലാഭം കിട്ടുന്നില്ല. 99% ആളുകൾക്കും ലാഭമില്ല എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാം സയന്റിഫിക് ഫാക്റ്റാണ്. സെബിയുടെ തന്നെ പോയി നോക്കി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ സാധാരണക്കാരനാണ്, വലിയ റിസ്ക് എടുക്കാൻ കഴിയില്ല, നഷ്ടം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എങ്കിൽ ട്രേഡിങ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഡേ ട്രേഡിങ് നിങ്ങൾക്ക് ലോങ് ടേം ഷെയർസ് എല്ലാം എടുക്കുന്നതിനകത്ത് തെറ്റില്ല. ഒരു 10% വരുമാനത്തിൽ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ടേം ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഡേ ട്രേഡിങ്ങിൽ ചെയ്ത് നന്നായി ആ സ്കില്ലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനകത്തേക്ക് പോകാവുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇന്ന് ഏറ്റവും അധികം, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ് ഓൺട്രപ്രണർഷിപ്പ്. സംരംഭകരാകുക, കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഓൺട്രപ്രണർ ആകുക, കോളേജ് പഠിക്കുമ്പോൾ തന്നെ പൈസ ഉണ്ടാക്കുക. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഓൺട്രപ്രണർ ഒത്തിരി പൈസ ഉണ്ടാക്കാൻ സാധിക്കും, ഞാൻ തന്നെയാണ് മാസ്റ്റർ, എൻ്റെ കീഴിൽ ആളുകളുണ്ട്, എൻ്റെ മേളിൽ ആരുമില്ല, ഞാൻ ആരുടെയും എനിക്ക് ഇഷ്ടംപോലെ ലീവ് എടുക്കാം, ഇങ്ങനെയൊക്കെയാണ് പലരും പറഞ്ഞൊക്കെയാണ് ഇത് വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിൽ 95% സ്റ്റാർട്ടപ്പുകൾ ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ ഇല്ലാതെയാകുകയാണ്. എന്ന് വെച്ചാൽ വേഗം ഒരു 5% ആളുകൾ മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതിനകത്തൊരു 2-3% ആളുകളാണ് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു റിസ്ക് ആണ്. നമ്മുടെ സമയവും ഒപ്പം തന്നെ പണവുമെല്ലാം നാം ഇടുമ്പോൾ മാർക്കറ്റിന് പല സ്റ്റാർട്ടപ്പുകൾക്ക് പലർക്കും ഉള്ള ചിന്തയാണ്, ഫൗണ്ടേഴ്സ് ചിന്തിക്കുന്നത് എൻ്റെ ഐഡിയ ഗ്രാൻഡാണ്, സൂപ്പറാണ്, അത് വൻ വിജയമായി തീരുമെന്നെല്ലാം ചിന്തിക്കുന്നവരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ആകണമെന്നില്ല. അതിന് കുറേ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റും ഒപ്പം തന്നെ ഐഡിയ വാലിഡേഷനും പ്രൊഡക്റ്റ് വാലിഡേഷനും വാല്യുവേഷനും ഇങ്ങനെ കൊമേഴ്ഷ്യൽ വാല്യുവേഷൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. എന്നാൽ പോലും വിജയിക്കാനുള്ള സാധ്യതകൾ അങ്ങനെയാണെന്നല്ല. അപ്പം ഞാനിത് പറയുന്ന ഒന്നും നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിലല്ല. ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന, ഒപ്പം തന്നെ ആ ഒരു ഡിറ്റർമിനേഷനുള്ള, പരാജയപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പരാജയപ്പെടാൻ തയ്യാറാണ്, പരാജയപ്പെട്ടാലും മുന്നോട്ട് പോകുമെന്നുള്ള കടുത്ത ആത്മധൈര്യമുള്ള ഈ പറയുന്ന 5%, ടോപ്പ് 5%, ടോപ്പ് 1% ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാം. അല്ലാതെ സാധാരണക്കാരാണ് എനിക്ക് പിടിച്ചേക്കാൻ കഴിയില്ല, വല്ലവരും പറയുന്നത് കേട്ടിട്ട് കൊള്ളാമല്ലോ എന്ന് തോന്നി ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, വളരെയധികം പഠിച്ചിട്ട് മാത്രമേ ഈ മേഖലയിൽ കാലുവെക്കാവൂ. നാലാമത്തെ കാര്യമാണ് പൊളിറ്റിക്സ്, രാഷ്ട്രീയം. ഈ കോളേജിലൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാ പിള്ളേരും പറയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളുടെ മന്ത്രിയുണ്ട്, ഞങ്ങളുടെ കൂടെ അധികാരമുണ്ട്, നിങ്ങൾക്ക് എന്ത് കാര്യവും സാധിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് നാളെ MP ആകാം, MLA ആകാം, മന്ത്രിയാകാം, അത് വലിയ സന്തോഷകരമായ ജീവിതം. ഇതൊക്കെ ഞാൻ പഠിച്ച സമയത്ത് രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ വിചാരിച്ച കുറേ ആളുകൾ അതിൻ്റെ കൂടെ പോവും. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ സാധിക്കും, എനിക്ക് അതുവഴി ജോലി മേടിച്ച് കിട്ടും, ഒപ്പം തന്നെ എനിക്ക് അതിലൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ സാധിക്കും, എന്നെ ആൾ റെസ്പെക്ട് ചെയ്യും, എന്നെ ആ കമ്മീഷൻ ചെയർമാൻ ആക്കും, MLA ആക്കും, പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കും എന്നെല്ലാം ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ പറ്റുമോ? കേരളത്തിന് എത്ര MLA മാരുണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ? എത്ര MP മാർ? നിങ്ങൾക്ക് 20 MP മാരേ ഉള്ളൂ. അപ്പോൾ അത്ര ആൾക്ക് മാത്രമേ അത് ആകാൻ സാധിക്കുകയുള്ളൂ. എത്രയോ കോടി ആളുള്ള രാജ്യത്താണത്. അപ്പോൾ അത്രയും വലിയൊരു സംസ്ഥാനത്ത് ഇത്രയും കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ.
അപ്പോൾ എല്ലാവർക്കും ഒന്നും അങ്ങനെ ആകാൻ പറ്റില്ല. പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ മാത്രമേ ലെജിറ്റിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ശമ്പളം കിട്ടത്തുള്ളൂ. MLA MP മാത്രം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ന്യായമായ ശമ്പളം കിട്ടത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വളരെ കുറച്ച് രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ശശി തരൂർ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ, മാത്യു കുഴൽനാടൻ, ഇങ്ങനെ കുറേയൊക്കെ MP ഈ രാഷ്ട്രീയ പ്രവർത്തകർ അവർ ഓൾറെഡി നന്നായിട്ട് ഏൺ ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചിന്തിക്കുക. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനമായാലും ഇങ്ങനത്തെ പല രാഷ്ട്രീയക്കാരാണെങ്കിലും അവർ ഓൾറെഡി സക്സസ്ഫുൾ ആയ ശേഷമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. വളരെ ചെറുപ്പം മുതലേ രാഷ്ട്രീയം വേണമെന്നുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ കലാലയ പൊളിറ്റിക്സ് ഉൾപ്പെടെ വന്ന് പോയ ആളുകൾ അതിനകത്തേക്ക് വന്നവരുണ്ടെങ്കിലും വളരെ വളരെ തുലവും കുറവായ ചാൻസാണ്. അപ്പോൾ ഈ മേഖലയിൽ പ്രാക്ടിക്കലായ സമീപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമായ സ്വതസിദ്ധമായ കരിയർ ബിൽഡ് ചെയ്യാൻ മറക്കരുത്. രാഷ്ട്രീയം നല്ല കാര്യം തന്നെയാണ്. രാഷ്ട്രീയം തീർച്ചയായും നല്ല ആളുകൾ വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നല്ല ആളുകൾക്ക് അത് പിടിച്ചേക്കാൻ കഴിയുന്നില്ല. പല സ്റ്റഡീസും പല പുസ്തകങ്ങളും ഉണ്ട്. മസിലും മണിയും രാഷ്ട്രീയത്തിലെ അധികാരവും തമ്മിൽ വളരെ ശക്തിയുണ്ടെന്ന്. കാരണം ഗുണ്ടകളായിട്ടുള്ള ആളുകൾക്ക് ആണ് രാഷ്ട്രീയക്കാരാകുന്നതെന്നും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയക്കാരിൽ ഭൂരിപക്ഷം ആളുകൾക്ക് അവർക്കെതിരെ ക്രിമിനൽ കേസുകളും റേപ്പ് കേസുകളും അഴിമതി കേസുകളും ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പഠനങ്ങളെല്ലാം പറയുന്നത് ഈ അഴിമതി അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളും രാഷ്ട്രീയത്തിൽ പവർ കിട്ടുന്നതും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ആളുകൾക്കൊരു ഈ ക്രൈം അല്ലെങ്കിൽ ഈ അധികാരവും ഗുണ്ടായുസും എല്ലാം ആളുകളൊരു ഹരമായി തന്നെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് പുസ്തകങ്ങളെല്ലാം പറയുന്നത്. ഞാൻ രാഷ്ട്രീയത്തെ ഒരിക്കലും മോശമായി പറയുന്നില്ല, രാഷ്ട്രീയ നല്ല ആളുകൾ വേണം. അപ്പോൾ അത്തരമൊരു എൻവയോൺമെന്റ് വളരെയധികം ഒരു നമ്മുടെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്തൊരു ഫ്യൂച്ചർ പറയുന്ന ഒരു ഒന്നാണ്. അപ്പം തന്നെ അതുപോലെ ഒരു വേക്കൻസിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന സാധാരണക്കാരൻ സാധിക്കുന്ന കാര്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 4 കാര്യം ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അത് ഞാൻ പറയുന്നത് ഈ പല മാർക്കറ്റിംഗ് രീതികൾ നമുക്ക് ഓൺലൈനിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ. കുറേ പേരൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ, നിങ്ങൾ പണം 10 ഇരട്ടി വർദ്ധിപ്പിക്കാം. അതല്ലേ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ, അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ, നിങ്ങളുടെ ജീവിതം 10 ഇരട്ടി മാറും. നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണോ? നിങ്ങൾ എല്ലാവരുടെ കീഴിൽ എത്ര നാളാണ് ജോലി ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡിപെൻഡൻസ് കിട്ടുമോ, ഫ്രീഡം കിട്ടുമോ? നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആ ഫ്രീഡം ഉണ്ടാകാം. നിങ്ങൾക്കൊരു കഴിവുണ്ടോ, സ്കില്ലുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിനെ മൊത്തം ഡിജിറ്റലാക്കി മാറ്റാം, കോടികൾ സമ്പാദിക്കാം, മാസം 1 ലക്ഷം ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പലരും ഓക്കെ ഇതൊക്കെ മാറ്റി വെച്ച്, എൻ്റെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഇത് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വരുന്നവരുണ്ട്. ഇതും ഒരു ഫാഡായിട്ടുള്ള കാര്യമാണ്, അതും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ ബിസിനസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓൺലൈൻ ബിസിനസ് ചെയ്യാനായിട്ടില്ല, ഓൺലൈനിൽ യൂട്യൂബറായി വരുമാനം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് അല്ല കോഴ്സുകൾ നടത്തി വരുമാനം ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ആദ്യം ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സ്വന്തം യൂട്യൂബിൽ ഷോർട്സോ അല്ലെങ്കിൽ ചെറിയ വീഡിയോസോ ഇട്ട് കുറേ ദിവസം ഇട്ട് നോക്കുക. അപ്പോൾ ആളുകൾ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആളുകൾ ധാരാളം കാണുന്നു എന്ന് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ അതിനകത്തേക്ക് പൂർണ്ണമായ ഫുൾ ടൈം വരേണ്ട ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളുണ്ടാവും. പലരും ഈ ഒരു വാർത്ത കേട്ട് ഞാൻ ശരിയാണ്, ഞാൻ പറഞ്ഞ സെല്ലിങ് ഹോപ്പ് എന്ന് പറയും. നിങ്ങൾക്ക് ജോലിയിൽ സംതൃപ്തിയില്ലേ, വരുമാനം കിട്ടുന്നില്ലേ, വരുമാനം 10 ഇരട്ടിയാക്കാൻ 100 ഇരട്ടിയാക്കാനോ ആഗ്രഹമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആളുകൾ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അത്തരം പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യുകയും വളരെ തുക മുടക്കുകയും അവസാനം ഹതാശരാകുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 മേഖലകൾ സാധാരണക്കാരനെ ആളുകളെ സംബന്ധിച്ച് അല്പം ഡിഫിക്കൽട്ടാണ്. ഒന്നുകൂടി ഞാൻ ഊന്നി പറയുന്നു, ഇത് നിങ്ങൾ ചെയ്യേണ്ടെന്നല്ല, IAS പോകണ്ടെന്നല്ല, ട്രേഡിങ് ചെയ്യേണ്ടെന്നല്ല, ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യേണ്ടെന്നുള്ളതല്ല, പൊളിറ്റിക്സ് ചെയ്യേണ്ടെന്നുള്ളതല്ല, ഈ പറയുന്ന ഓൺലൈൻ പണം ഇരട്ടിയാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് മോണിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട എന്നുള്ളതല്ല. ഇത് വലിയ റിസ്ക് ഉള്ളതാണ്. ആ റിസ്കിനെ മറികടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ആ റിസ്കിനെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒപ്പം തന്നെ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുമോ? ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, കാരണം റിസ്ക് വളരെ കൂടുതലാണ്, റിട്ടേൺ വളരെ ഹൈ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ റിസ്ക് എടുത്തു കഴിഞ്ഞപ്പോൾ റിട്ടേൺ കിട്ടിയില്ല എങ്കിൽ ഉണ്ടാകുന്ന നഷ്ടവും അത് തന്നെയായിരിക്കും. അപ്പം അധികം ആളുകൾക്ക് 90% ആളുകൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. 10% ആളുകൾ മാത്രം വിജയിക്കുന്ന മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പോയാൽ ആ റിസ്കിനെ നിങ്ങൾക്ക് എടുക്കുവാൻ തയ്യാറാണ്. തീർച്ചയായും റിസ്ക് എടുക്കണം ചെയ്തും ഞാൻ അതങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന, റിസ്ക് എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നല്ല, ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളാണത്. ഒത്തിരി പരാജയം അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അനുഭവത്തിലും പല ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അനുഭവത്തിലുമാണ് പറഞ്ഞത്. വളരെ ലേണിങ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IAS 3 വർഷം പ്രിപ്പയർ ചെയ്ത ഒരാൾ, അദ്ദേഹം അക്വയർ ചെയ്ത നോളജും എക്സ്പീരിയൻസും വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ പൊളിറ്റിക്സ് പോകുന്നവർക്ക് വളരെ സോഷ്യൽ സ്കിൽസ്, പ്രസംഗ പാഠവും സോഷ്യൽ റിയാലിറ്റിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഫുൾ ടൈം കരിയറായി എൻ്റെ ഫ്യൂച്ചർ അതാണ് ചിന്തിച്ച് ചെയ്യുന്ന ആളുകൾ
അത് വളരെ നേരത്തെ ചെയ്യുക. ഒപ്പം തന്നെ ആ മേഖലയിൽ പരാജയപ്പെട്ടാൽ എന്താണ് എനിക്ക് വേറെ ചെയ്യാൻ സാധിക്കുക എന്നും, ഒപ്പം തന്നെ ആ മേഖലയിൽ ഞാൻ വിജയിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുക എന്നും, ഇനി ഞാൻ പരാജയപ്പെടാൻ നിരാശനായി പോകുകയില്ല, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യവും പോസിറ്റീവ് മൈൻഡ് സെറ്റും എല്ലാം ഉണ്ട് എന്നും ഇതെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മേഖലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ സാധാരണക്കാരനെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുക. മെന്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആസ്പിറേഷൻ, പാഷൻ, ഇതെല്ലാം കുറവുള്ള ആളുകളാണ് അധികം പേരും. 90% ആളുകളും അങ്ങനെയാണ്. സാധാരണക്കാര ആളുകൾ വളരെയധികം പാഷനേറ്റ് ആയ ആളുകൾ ചെയ്യുന്ന, ശക്തമായ ഡിറ്റർമിനേഷനുള്ള ആളുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ വിജയിക്കാൻ അത്രമാത്രം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ചെയ്യുന്ന മേഖലകളിൽ ഒരു പെട്ടെന്ന് വിജയിക്കാമെന്നുള്ള ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാമെന്നുള്ള ആഗ്രഹത്തോടെ, പെട്ടെന്ന് കോടീശ്വരനാകാമെന്നുള്ള ആഗ്രഹത്തിൽ വന്നു ചേർന്നാൽ അവർക്ക് സംഭവിക്കുന്ന പരാജയം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഈ മേഖല ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ കൈവയ്ക്കുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തട്ടെ. നിങ്ങൾക്ക് നല്ല ഭാവുകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.